കൂട്ടുകാർക്ക് നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് നേരെ അബിയുടെയും ജാനകിയുടെയും അടുത്ത ആഴ്ചയിലെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. കാരണം നിങ്ങളുടെ ഓരോ ലൈക്കുമാണ് നമ്മുടെ എല്ലാ വീഡിയോസിനും നമുക്ക് ഏറ്റവും കൂടുതൽ ഗുണകരമായിട്ട് മാറിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ അടുത്ത ആഴ്ച നമ്മൾ കാണാനായിട്ട് പോകുന്ന സംഭവ ബഹുലമായ കുറച്ച് നിമിഷങ്ങളൊക്കെയാണ്. പൊന്നു ലച്ചുവിനെ അതിവിദഗ്ധമായി രക്ഷപ്പെടുത്തുന്നുണ്ട് വിനായകന്റെ കയ്യിൽ നിന്നും. അതിന്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ ജാനകിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ആ അപ്രതീക്ഷിത സംഭവ വികാസങ്ങളൊക്കെയാണ് അടുത്ത ആഴ്ച നമ്മൾ കാണാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കണ്ടു അപർണ ആകെപ്പാടെ പെട്ടുപോയൊരവസ്ഥയിലായിരുന്നു. അടുക്കള ജോലിയൊക്കെ ചെയ്യാനായിട്ടൊരു ജോലിക്കാർ പോലും ഇല്ലാത്ത അവസ്ഥയിൽ അങ്ങനെ അപർണയ്ക്ക് അടുക്കള ജോലികളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരുവാണ്. പക്ഷെ അപർണ അങ്ങനെ വിട്ടുകൊടുക്കാൻ ഭാവിച്ചില്ല. എങ്ങനെയെങ്കിലും ഇവിടെ അളകാപുരി തന്റെ കയ്യിൽ കീഴിൽ കൊണ്ടുവരണം, എങ്ങനെയെങ്കിലും അമ്മയുടെ മനസ്സിനെ ഒന്ന് എരിപരി കയറ്റി വിടണം എന്നൊരു ചിന്തയൊക്കെയായിരുന്നു അപർണയുടെ മനസ്സിലുണ്ടായിരുന്നത്. പിന്നീട് അപർണ എന്ത് ചെയ്യണം, തമ്പിനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയണം. എത്രയും പെട്ടെന്ന് തന്നെ കാര്യമൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കണം. ആ ലച്ചു എന്ന് പറയുന്നവള്, അവളെ കൊണ്ട് ഇവര് ഒരു ഉപകാരമില്ല. അവളുടെ പഠനം നിർത്തിക്കണം, അവളെ എത്രയും പെട്ടെന്ന് ഈ വീട്ടിൽ നിന്ന് തന്നെ കെട്ടുകെട്ടിക്കണം എന്ന് പറയാം. ഇത് കേട്ടപ്പോ തമ്പി പറഞ്ഞു, ആ കാര്യം ഓർത്ത് മോള് വിഷമിക്കണ്ട, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം, ഞാൻ അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തോളാന്ന് പറയാണ്. പിന്നീട് തമ്പി നേരെ വിളിക്കണേ ലച്ചുവിന്റെ അച്ഛൻ രാഘവനെയാണ്. രാഘവനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയണം. ഇപ്പോഴാണെങ്കിൽ അളകാപുരിയിൽ ആരുമില്ല, നിനക്ക് നിന്റെ മോളെ പോയി കൂട്ടിക്കൊണ്ട് വരാം, ആരും തടയാനൊന്നും പോകുന്നില്ല. ആണുങ്ങൾ ആരുമില്ല വീട്ടില്. ആണുങ്ങളില്ലാത്ത സമയം രാത്രിയിൽ അവിടെ നിന്നാണെങ്കിൽ ഇറക്കാൻ നല്ല സുഖമാണ്. ആരെങ്കിലും പോയി കൊണ്ടുവരാം, അവളെ തട്ടിക്കൊണ്ട് പോവാം, ആരും തടയാനായിട്ട് വരത്തില്ല ആണുങ്ങളില്ലാത്തതുകൊണ്ട്. കാരണം ആണുങ്ങൾ എന്ന് പറഞ്ഞാൽ അമലും ഇല്ല, അതോടൊപ്പം തന്നെ അജയും ഇല്ലായിരുന്നു. കാരണം അജയ് ബാംഗ്ലൂർക്ക് പോയേക്കുമല്ലോ. അമല് കുറെ ലേറ്റ് ആയിട്ടൊക്കെ അല്ലേ സാധാരണ വരത്തുള്ളൂ ഹോസ്പിറ്റലൊക്കെ ചെന്നിട്ട്. പിന്നെ അബി ഹോസ്പിറ്റലിൽ തന്നെ ആണ് താനും. ഇത് കേട്ടതും രാഘവൻ എന്തെന്നില്ലാത്ത സന്തോഷം. രാഘവൻ എന്ത് ചെയ്യാണ്, പിന്നീട് വിനായകനെ വിളിക്കുകയാണ്. വിനായകനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയണം. നല്ലൊരു ചാൻസ് ഒത്തു വന്നിട്ടുണ്ട്, പക്ഷെ അളകാപുരി ചെന്ന് അവളെ തട്ടിക്കൊണ്ട് വരണമെന്ന് പറയാം. ഇത് കേട്ടപ്പം വിനായകൻ പറഞ്ഞു, അതാണ് കാര്യം, എന്ത് തന്നെയാണേലും ഓക്കെ, അവളെ തട്ടിക്കൊണ്ട് വരാനായിട്ട് ഞാൻ ഓക്കെയാ. പക്ഷെ ഒരു കാര്യമുണ്ട്, അവളെ എവിടെയാ എന്താന്ന് എങ്ങനെ അറിയണേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും രാഘവൻ പറഞ്ഞു, അതൊക്കെ ഞാൻ ആ തമ്പിയോട് ചോദിച്ചിട്ട് കൃത്യമായിട്ട് വിവരങ്ങളും ഡീറ്റെയിൽസും ഒക്കെ തരാന്ന് പറയാണ്. അങ്ങനെ രാത്രി ആവാനായിട്ട് രാഘവൻ കാത്തിരുന്ന് രാഘവൻ നേരെ അളകാപുരിയിലേക്ക് ചെല്ലുവാണ്. ആ സമയം രാഘവൻ ഫോണിലേക്ക് വിളിക്കുകയാണ്. തമ്മിയുടെ ഫോണിലേക്ക് വിളിച്ച ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കണം, അവളുടെ മുറി ഏതാന്നൊക്കെ അറിയാവുന്ന. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം അപർണ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു എവിടെയാ കിടക്കണമെന്ന്. അപ്പൊ പൊന്നു ലച്ചും കൂടെ ഒരുമിച്ചാണ് കിടക്കണേ. പിന്നീട് വിനായകനെ അങ്ങോട്ടേക്ക് വിടുവാണ് അളകാപുരിയിലേക്ക്, അവളെ തട്ടിക്കൊണ്ട് പോരാനായിട്ട്. പിന്നീട് തമ്പി പറഞ്ഞു, അവളുടെ മുറി എന്ന് പറഞ്ഞാൽ കോണിപ്പടി കയറി ഇടത്തോട്ട് പോയിട്ട് അവിടുത്തെ 3ാമത്തെ മുറിയാണ് അവളുടെ എന്നൊക്കെ പറയാ. എല്ലാം കേട്ട് കഴിഞ്ഞപ്പം രാഘവന് സന്തോഷമായി, കാരണം കാര്യങ്ങളൊക്കെ എളുപ്പമായി. പിന്നീട് ആ കാര്യങ്ങളൊക്കെ വിനായകനോട് പറഞ്ഞു വിടുവാണ്. അപ്പൊ കഥയൊക്കെ നേരത്തെ തന്നെ അപർണ തുറന്നിട്ടിട്ടുണ്ടായിരുന്നു, കൃത്യം നടത്താനായിട്ടുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട്. അപർണയാണല്ലോ ഹെൽപ്പ് കൊടുത്തോണ്ടിരിക്കുന്നത്, എങ്ങനെ ലച്ചുവിനെ അവിടെ നിന്ന് കടത്തണം അതിന് വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാവരും ഉറങ്ങാനായിട്ട് കടന്നു. ഉറങ്ങിക്കഴിഞ്ഞെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും വിനായകൻ അങ്ങോട്ടേക്ക് ചെല്ലുവാണ്. അങ്ങോട്ടേക്ക് ചെന്നു. ഈ സമയം ലച്ചും പൊന്നും കൂടെ നല്ല ഉറക്കമായിരുന്നു. ഉറക്കത്തിന് സമയത്താണ് വിനായകന് ചെന്ന് നോക്കി കഴിഞ്ഞ് 3ാമത്തെ മുറി നോക്കി ചെല്ലുവാണ്. അങ്ങനെ ചെന്ന് അതിനകത്തേക്ക് കയറുവാണ്. അതിനകത്തേക്ക് കയറി കഴിഞ്ഞപ്പോഴത്തേനും രണ്ടുപേരും കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഈ സമയത്ത് അപർണ ഉറങ്ങാതിരിക്കുക, കാരണം അപർണയ്ക്ക് അറിയാം അവളെ കൊണ്ടുവരാനായിട്ട് വരുമെന്നുള്ള കാര്യം. പിന്നീട് മുറിയിലേക്ക് എന്നിട്ട് വിനായകൻ എന്ത് ചെയ്യുക, അവളുടെ വാവൊത്തുവാണ് ഉറങ്ങിക്കിടക്കുന്നത്. അവളെ കുതറാനൊക്കെ ശ്രമിച്ചു ലച്ചു, പക്ഷേങ്കില് വിനായകൻ പിടിവിട്ടില്ല. വിനായകൻ അവളെ വായും മൂക്കെല്ലാം പൊത്തിക്കൊണ്ട് അവളെ പുറത്തിറക്കിക്കൊണ്ട് ഇങ്ങോട്ട് വരുവാണ്. ആ സമയമാണ് പൊന്നു പതുക്കെ കണ്ണു തുറക്കുന്നത്. അപ്പം അപർണ കഥക് പതുക്കെ തുറന്നു പോയി കഴിഞ്ഞപ്പോഴത്തേനും ലച്ചുവിനെ ഇങ്ങനെ പിടിച്ചോണ്ട് കൊണ്ടുപോയ താഴേക്ക് കൊണ്ടുപോകുന്ന കണ്ടു. കോവണ ഇറക്കി താഴേക്ക് കൊണ്ടുപോകണം. കൊള്ളാം, അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഇനി ബാക്കി കാര്യങ്ങളൊക്കെ അയാൾ നോക്കിയോളും എന്നൊരു ചിന്തയായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. പിന്നീട് അവളെന്ത് ചെയ്യണം, അപർണ കയറി കഥ അടയ്ക്കാൻ തുടങ്ങുമ്പോഴത്തേനുമാണ് പൊന്നു എഴുന്നേറ്റ് മുറി നോക്കുമ്പോൾ ലച്ചുവിനെ കാണുന്നില്ല. ലച്ചു ചെറിയമ്മയെന്ന് പറഞ്ഞ് വിളിക്കുവാണ്, കണ്ടില്ല. പൊന്നു പെട്ടെന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് വന്നു. പുറത്തേക്ക് ലച്ചു ചെറിയമ്മയെന്ന് വിളിച്ചിറങ്ങി കഴിയുമ്പോഴത്തേനും അപർണ പെട്ടെന്ന് എന്ത് ചെയ്യണം, അകത്തേക്ക് മുറിക്കകത്തേക്ക് കയറി കഥ അടച്ചു. കാരണം അപർണയ്ക്ക് മനസ്സിലായി തന്നെ ഇപ്പൊ ഇവിടെ കണ്ടുവാണെങ്കിൽ പൊന്നു കണ്ട പ്രശ്നമാണെന്ന്. പൊന്നു അങ്ങനെ വിളിച്ചു നോക്കിക്കഴിയുമ്പോഴത്തേനും കോവണി ഇറക്കിക്കൊണ്ട് ലച്ചുവിനെ ഇങ്ങനെ ബലമായിട്ട് പിടിച്ചുകൊണ്ട് പോകുന്ന വിനായകനാണ് കണ്ടത്. കാരണം വിനായകന് മുഖം കാണത്തില്ല, ഒരു മങ്കിക്കാപ്പ് പോലും വെച്ചിട്ടുണ്ടായിരുന്നു, മുഖം മറച്ചിട്ടുണ്ടായിരുന്നു, കണ്ണ് മാത്രമേ വെളിയിൽ കാണത്തുള്ളൂ. ഈ കാഴ്ച കണ്ടത് പൊന്നുവിന് ആരാ കൊണ്ടുപോകണമെന്നൊന്നും മനസ്സിലായില്ല.
പക്ഷെ അപകടമാണെന്ന് മനസ്സിലായി. തന്റെ ലച്ചു ചെറിയമ്മേനെ ആരോ തട്ടിക്കൊണ്ട് പോകുന്നതാണെന്ന് മനസ്സിലായി. ഇത് കണ്ടപ്പോൾ പൊന്നു ഒരു നിമിഷം ആലോചിച്ചു. അവൾക്ക് ഇച്ചിരി പ്രായത്തിൽ കവിഞ്ഞ പക്വതയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൃത്യസമയത്ത് തന്നെ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ആ സൈഡിലൊരു ഫ്ലവർ വേസ് ഇരിക്കുന്നുണ്ട്. ഒന്നും നോക്കിയില്ല. പൊന്നുവിന് എടുക്കാൻ പാകത്തിനുള്ള ആയിരുന്നു. ഇച്ചിരി വെയിറ്റ് ഒക്കെ ഉണ്ടെങ്കിലും പൊന്നു അതൊന്നും മൈൻഡ് ചെയ്തില്ല. പൊന്നു അതും കൂടെ പോയി എടുത്തു. പിന്നീട് നേരെ വിനായകന്റെ തല നോക്കി ഒറ്റ ഏറായിരുന്നു. കൃത്യം അയാളുടെ തലക്കിട്ട് തന്നെ കൊണ്ടു. അയാളുടെ പിടിവിട്ടു. കാരണം തലക്കിട്ട് അത്ര ശക്തമായിട്ട് കൊണ്ടു കഴിഞ്ഞപ്പോൾ അയാളുടെ തല പൊട്ടി കഴിഞ്ഞപ്പോൾ പിടിവിട്ടു. ലച്ചു ആ സമയം കൊണ്ട് കയറി ഓടുവാണ്. വിനായകൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വിനായകന് മനസ്സിലായി പിടി വീഴുമെന്നുള്ള കാര്യം. പെട്ടെന്ന് വിനായകൻ അവിടെ നിന്ന് ഇറങ്ങി ഓടുവാണ്. ഈ സമയം പൊന്നുവിന്റെ അടുത്തേക്ക് ലച്ചു ഓടും. എന്നിട്ട് പൊന്നുവിനെ വിളിച്ചുകൊണ്ട് പോയി കഥ കടച്ച് കുറ്റിയിടുവാണ്. അപ്പോഴത്തേക്കും പൊന്നു വെച്ച ആരാ ലച്ചറിയുമേ ആരാന്ന് ചോദിക്കുകയാണ്. എനിക്ക് അറിയത്തില്ല എന്ന് പറയാണ്. ആ സമയം വിനായകൻ പുറത്തിറങ്ങിയിട്ട് ഓടി രക്ഷപ്പെടുക. വിനായകന് മനസ്സിലായി ഇനി ഇവിടെ നിന്നാ കളി പന്തിയാവത്തില്ലെന്ന്. കാരണം ആരെങ്കിലും വിളിച്ച് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിലോ അപ്പൊ തന്നെ ലച്ചു എന്ത് ചെയ്യുവാണ്, നേരെ അവളെ ജാനകിനെ വിളിക്കുവാണ്. ജാനകിനെ വിളിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയാം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ജാനകിക്ക് മനസ്സിലായി ഒന്നെങ്കിൽ അത് ലച്ചുവിന്റെ അച്ഛന്റെ ആഹ്വാനായിരിക്കും, അല്ലെങ്കിൽ ഒരു പക്ഷേങ്കിൽ തമ്പി ഏർപ്പാടാക്കി ഏതെങ്കിലും ഗുണ്ടകളാണെന്നും പറയാൻ പറ്റില്ല. എന്താണെന്നറിയത്തില്ല. പിന്നീട് അബിയോട് ഈ കാര്യങ്ങളൊക്കെ പറയണം. അബിക്കും ആപ്പാ ടെൻഷനായി. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നിന്നെ രാത്രി തന്നെ ഞാൻ കൊണ്ടേയാക്കാന്ന് പറയണം. ഈ സമയം ലച്ചു പറഞ്ഞു ഇനി കുഴപ്പമൊന്നുമില്ല അബിയേട്ടാ, ഇനിയിപ്പൊ അവര് വരില്ല എന്നാ തോന്നേ എന്ന് പറയാ. എന്നാലും ആകെപ്പാടൊരു പേടി, ഞാൻ അമലിനെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറയണം. അങ്ങനെ അമലിനെ വിളിച്ചു. അമലിനെ വിളിച്ചു കഴിയുമ്പോൾ അമല് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് അമലിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ അമല് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് വരുവാണ്. വന്നു കഴിഞ്ഞപ്പോൾ ആകെപ്പാടെ പേടിച്ച് പറിച്ച ഭാഗത്തില പൊന്നു ഇരിക്കുന്നത്. പിന്നീട് പൊന്നുവിനെ പോയി സമാധാനിപ്പിക്കുകയാണ്. ഈ സമയം അപർണ ഉറക്കം നടിച്ചു കിടക്കോ. അപർണയ്ക്ക് മനസ്സിലായി കളിയെല്ലാം പാളിപ്പോയെന്നുള്ള കാര്യം, എല്ലാ പ്ലാനുകളും പൊളിഞ്ഞു പോയെന്നുള്ള കാര്യം. പിന്നീട് ലച്ചുവിനെ സമാധാനിപ്പിച്ചു. പേടിക്കണ്ട, ധൈര്യമായിട്ട് കിടന്നു ഉറങ്ങിക്കോ, ഞാനിവിടെ കാവലായിട്ടുണ്ടായിരിക്കും എന്ന് പറയണം. അങ്ങനെ അമല് ഉറങ്ങാതെ അവർക്ക് വേണ്ടി കാവലായിട്ടിരിക്കുക. പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോഴത്തേനും ഇനിയിപ്പോ ഹോസ്പിറ്റലിൽ കിടത്തേണ്ട കാര്യമില്ല, സൂര്യനാരായണനെ വീട്ടിലേക്ക് വീട്ടിൽ കൊണ്ടുപോയി നോക്കിയാൽ മതിയെന്ന് ആകുവാണ്. അങ്ങനെ എന്ത് ചെയ്യണം, പിന്നീട് സൂര്യനെ കൊണ്ട് വീട്ടിലേക്ക് വരിക. വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും പ്രഭാവതിക്കൊരു പുച്ഛഭാവമാണ്. പ്രഭാതി തിരിഞ്ഞു നോക്കാൻ പോലും പോയില്ല സൂര്യനാരായണനെ. അബിയും ജാനകിയും കൂടെ അമലും കൂടെ എല്ലാം കൂടെ കൊണ്ടിരുന്നേ. അങ്ങനെ മുറിയിൽ കൊണ്ടുവന്ന് കിടത്തി. പിന്നീട് സൂര്യയുടെ അടുത്തേക്ക് സുമംഗല വരുവാണ്. സുമംഗല വന്നിട്ട് പറഞ്ഞു, എന്നാലും സൂര്യ കുറച്ച് കഷ്ടമായി പോയിട്ടോ, നിന്റെ ഈ അവസ്ഥയിൽ എനിക്ക് സങ്കടമുണ്ട്. പക്ഷെ നീ ചെയ്ത് കുറച്ച് കടന്നു കയ്യായപ്പേ അളകാപുരി, അതാ ജാനകിയുടെ അബിയുടെ പേരിൽ എഴുതി വെക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ നിനക്കെന്നൊക്കെ ചോദിക്കുക. ഇത് കേട്ടോ സൂര്യനാരായണൻ അങ്ങ് ദേഷ്യം വന്നു. എല്ലാത്തിനും കാരണം അമ്മ ഒറ്റയിരുത്തിയ. അമ്മയോട് ആരാ പറഞ്ഞേ പ്രഭാവതിയുടെ മനസ്സിലേക്ക് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ കയറ്റിവിടാനായിട്ട്? ഞാൻ ഒരിക്കലെങ്കിലും അമ്മയോട് പറഞ്ഞിട്ടുണ്ടോ ഈ വീട് സ്ഥലമൊക്കെ അവളുടെയും കൂടെ പേരില്ലാന്ന്? പറഞ്ഞിട്ടില്ലോ. അമ്മ ഓരോന്നോരോന്നൊക്കെ ആയിട്ട് അവളുടെ മനസ്സിലേക്ക് കയറ്റി വിട്ടിട്ട് അവസാനം എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് ഒന്നും അറിയത്തില്ലാത്ത മട്ടില് അമ്മ കാല് വാരി നിൽക്കുവല്ലേന്ന് ചോദിക്കും. സൂര്യ, ഞാൻ വിചാരിച്ചു നിനക്ക് കൂടുതലെന്ന് അമ്മ വിചാരിക്കണ്ട, എനിക്കൊന്നും മനസ്സിലാകുന്നില്ലെന്ന് അമ്മ കരുതിയോ? അമ്മ എല്ലാ പ്രശ്നത്തിനും കാരണം ഈ കുടുംബത്തിലെ ഓരോരുത്തരുടെ മനസ്സിലേക്ക് വേണ്ടാത്തതും വേണ്ടുന്നതായ കാര്യങ്ങളെല്ലാം വിഷം കുത്തി നിറച്ചു വെച്ചിട്ട് ഇപ്പൊ അവസാനം അമ്മ കൈ കഴിയങ്ങ് നിൽക്കുവല്ലേന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പം പ്രഭാതം, ഞടാ എല്ലാം നിന്റെ നല്ലതിന് വേണ്ടിട്ടല്ലേ, നിന്റെ മക്കളല്ലേ അമലും അജയൊക്കെ, അവരെന്താ നീ വേർതിരിച്ച് കണ്ടേന്ന് ചോദിക്കുക. ആര് പറഞ്ഞു വേർതിരിച്ചെന്ന്? അന്ന് ഞാൻ പറഞ്ഞല്ലേ എനിക്ക് വേറെ വിവാഹം വേണ്ടെന്ന്, പക്ഷെ അമ്മ സമ്മതിച്ചോ എന്നൊക്കെ ചോദിക്കുകയാണ്. പ്രഭാവതിക്കോ മിണ്ടാട്ടം മുട്ടിപ്പോയി. ആ സമയത്ത് അങ്ങോട്ടേക്ക് ജാനകി വരുന്നേ. ജാനകിനെ കണ്ടു സുമുഖല അങ്ങോട്ട് എഴുന്നേറ്റ് പോവാണ്. ജാനകി പറഞ്ഞു, അച്ഛൻ എന്തേലും ആവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ എടുത്തരാന്ന് പറയണേ. വേണ്ട മോളെ, എനിക്കൊന്നും വേണ്ട, നീ ഇങ്ങനെ കഷ്ടപ്പെടണ്ട, എനിക്ക് വേണ്ടിയിട്ട് ഒരു ഹോം നേഴ്സിനെ ഏർപ്പാടാക്കിയാൽ മതി, അത് നോക്കിക്കോളെന്ന് പറയാ. എന്തിന്? അതിന്റെ കാര്യമൊന്നുമില്ല അച്ഛാ, അച്ഛന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഞാനും അഭിയേട്ടനും ഉണ്ടല്ലോ, ഒരു ഹോം നേഴ്സിന്റെ ആവശ്യമില്ല എന്ന് പറയാ. പിന്നീട് അവർ വന്ന് എല്ലാവർക്കും ഭയങ്കര സന്തോഷം. എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ പൊന്നൂനും ലച്ചുവിനും അവർക്കെല്ലാം ഭയങ്കര സന്തോഷമായിരുന്നു സൂര്യനാരായണൻ അങ്ങോട്ട് വന്നോണ്ട്. പക്ഷേങ്കില് സുമംഗലയ്ക്കോ അവർക്കൊന്നും ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അങ്ങോട്ടേക്ക് വന്ന്. സ്വന്തം മോനെ കാര്യം പറഞ്ഞ, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, സുമംഗലയുടെ സ്വഭാവം അത്രയ്ക്ക് നല്ല സ്വഭാവമാണല്ലോ. അതിനുശേഷം ജാനകി അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേനും അപർണ അങ്ങോട്ട് വരുവാണ്. അപർണ വന്നിട്ട് പറഞ്ഞു, ഇനി ബാക്കിയും കൂടെ അടിച്ചു മാറ്റാനായിരിക്കുമല്ലേ നീ അച്ഛനെ സോപ്പിട്ട് കൂട്ടിരിക്കുന്നല്ലേന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോ അപർണ പറഞ്ഞു, അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ട് അപർണേ, നിനക്ക് പോയി സോപ്പിടാലോ, മേടിച്ചെടുക്കാലോ, പിന്നെ നീ എന്തുകൊണ്ട് പോകുന്നില്ല? ഒരു കാര്യം പറഞ്ഞേക്കാം, ഇനി ഇമ്മാതിരി ചൊറിയുന്ന വർത്താനമായിട്ട് വന്നാണ്ടല്ലോ എന്റെ വായിരിക്കുന്ന കേക്കും. ഇപ്പൊ ഈ അളകാപുരി വീട് ആരുടെ പേരിലാന്ന് നിനക്കറിയാലോ? ജാനകിയുടെ അബിയുടെയും പേരില്ല. അച്ഛന്റെ കാലശേഷം ഞങ്ങൾക്കത് കിട്ടും. അതുകൊണ്ട് നീ കൂടുതൽ കളിക്കണ്ട. ഈ ജാനകിയുടെ അബിയുടെ തണലിലാണ് കഴിയുന്നതൊരു ചിന്ത വേണം. പിന്നെ എന്നെ അബിയേട്ടനെ ഇവിടെ നിന്ന് അടിച്ചു പുറത്താക്കാന്ന് എന്തെങ്കിലും ഒരു ഉദ്ദേശം മനസ്സിലുണ്ടെങ്കിൽ
അതങ്ങോട്ട് വാങ്ങി വെച്ചാരെ. റിസോർട്ട് റദ്ദ് ചെയ്ത പോലെ ഒരിക്കലും ഈ അളകാപുരി വീട് വിൽപ്പത്രം ഞങ്ങൾ റദ്ദ് ചെയ്യാനേക്ക് പോകുന്നില്ല. ആ കാര്യം ഓർത്തിട്ട് നീ അങ്ങനെ സന്തോഷിക്കാൻ വേണ്ടെന്ന് പറയണം. അപർണ അതൊരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല. അപർണ പറഞ്ഞ കാണിച്ചു തരാടിന്ന് പറയാ. നീ എന്ത് കാണിക്കാനാ? നീ എത്ര ഇന്ന് കിടന്ന് ചാടിയിട്ട് ഒരു കാര്യമില്ല പറഞ്ഞേ. നിന്റെ കാര്യങ്ങളോ ഉദ്ദേശങ്ങളോ ഒന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ലെന്ന് പറയാം. നീ ആ തമ്പിയുടെ മോളല്ലേ, ആ സ്വഭാവ ഗുണങ്ങളൊക്കെ അല്ലേ കാണിക്കുള്ളൂ. എനിക്കറിയാം നീ എന്താ കാണിക്കാൻ പോണെന്ന്. എന്തൊക്കെ കാണിച്ചാലും ഇനി കൂടുതലായിട്ടൊന്നും നടക്കാൻ പോകുന്നില്ലെന്നൊക്കെ പറയാം. അപർണ അങ്ങോട്ട് നാണം കെട്ട് പോവാണ്. പിന്നീട് പ്രഭാവതിയുടെ അടുത്തേക്ക് സുമംഗല എല്ലുവാണ്. സുമംഗല എന്നിട്ട് പറഞ്ഞു, പ്രഭേ നീ ഇങ്ങനെ എന്നിട്ട് കാര്യമില്ല. ദേ അവന്റെ കാര്യങ്ങളൊക്കെ പോയി നോക്ക്. എങ്ങനല്ല നിനക്ക് ഇവിടെ ഒരു പിടിച്ചുനിൽപ്പുണ്ടാവുള്ളൂ ചോദിക്കുക. എന്ത് പിടിച്ചിരിപ്പ്? ഇനി ഞാൻ അങ്ങേരം കൂടെ പോയി നോക്കണായിരിക്കും എന്തിന്? ഇത്രയും കാലം നോക്കിയതൊക്കെ മതിയെന്ന് പറയാം. നീ അവിടെയാ നിനക്ക് തെറ്റിയത്. ഇപ്പൊ ജാനകി അവിടെ കാര്യങ്ങളൊക്കെ നോക്കുന്നേ. നീയും കൂടെ പോയി നോക്കിയില്ലെങ്കിൽ ഉണ്ടല്ലോ ഇനി നിനക്ക് കിട്ടുമെന്നുള്ളതും കൂടെ ഇല്ലാതായെന്ന് വരുക. എനിക്കൊന്നും വേണ്ട, എനിക്കിനി ഒന്നും വേണ്ടെന്ന് പറയണം. എല്ലാം അവളുടെ പേരിലേക്ക് എഴുതി കൊടുത്തല്ലേ, ബാക്കിയും കൂടെ അങ്ങോട്ട് എഴുതി കൊടുത്തേക്കട്ടെ എന്ന് പറയണം. ഇതൊക്കെ ജാനകി അറിയുന്നുണ്ടായിരുന്നു. ജാനകിക്ക് വിഷമമുണ്ട്. പക്ഷെ ജാനകി അതൊന്നും മൈൻഡ് ചെയ്യാൻ പോയില്ല. ഇതൊക്കെ പ്രതീക്ഷിച്ചല്ലേ അവരങ്ങോട്ടേക്ക് വന്നത് തന്നെ. പിന്നീട് ജാനകി അവിയൊക്കെ ക്ഷേത്രത്തിലേക്ക് പോയപ്പോൾ കുടുംബത്തിൽ കുറെ പ്രശ്നങ്ങൾ, അച്ഛന് വേണ്ടിയിട്ട് കുറെ വഴിപാടുകളും നേർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. അച്ഛൻ്റെ ആപത്തും വരില്ലെന്ന്. അങ്ങനെ അപ്പം ആ വഴിപാടുകളും നേർച്ചകളും ഒക്കെ നടത്താനായിട്ട് ക്ഷേത്രത്തിലേക്ക് പോകും. അപ്പോൾ പൊന്നൂസും കൂടെ പോയി. അങ്ങനെ അവിടെ പോയി തൊഴുത് പ്രാർത്ഥിച്ച് വരുവാണ്. വന്നു കഴിഞ്ഞിട്ട് അവിടെ നിൽക്കുന്ന സമയത്ത് അവിടെ പൂജകളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. ഈ സമയത്ത് തിരുമേനി ചോദിച്ചു, അല്ല സർവൈശ്വര്യ പൂജയ്ക്കൊക്കെ ആരാ തന്നേ എന്നൊക്കെ ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ ജാനകി പറഞ്ഞു ഞാനാന്ന് പറഞ്ഞങ്ങ് ചെല്ലുവാണ്. പേരും നാളും ഒക്കെ പറയാം. അപ്പോഴേക്കും പേര് പറഞ്ഞു. നാളെ ചോദിച്ചപ്പോൾ ജാനകിക്ക് അറിയത്തില്ല. കാരണം ജാനകി ഒരു ഓർഫനാണല്ലോ. അപ്പം നാളും കാര്യങ്ങളൊന്നും അറിയത്തില്ല. പിന്നീട് അച്ഛൻ്റെ അമ്മയുടെ വീട്ടുകാർ ഇതൊക്കെ ചോദിക്കുക. അതൊന്നും അറിയത്തും ഉണ്ടായിരുന്നില്ല. ഈ സമയം കൂടെ നിൽക്കുന്ന ഒരു സ്ത്രീ പറഞ്ഞു, അതിന് അവൾക്ക് അച്ഛനും അമ്മയൊന്നും ഇല്ല. അവളുടെ അച്ഛനേതാ അമ്മയേതാന്ന് പോലും അവൾക്ക് അറിയില്ല എന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ജാനകിക്ക് ആകെപ്പാടെ വിഷമമായിപ്പോയി. കാരണം ചുറ്റും കൂടെ നിൽക്കുന്നവരൊക്കെ തന്നെ കളിയാക്കുന്ന പോലെ ഒരു തോന്നല് ജാനകിയുടെ മനസ്സിൽ വരിക. എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഈ അപമാനം വന്നു കഴിഞ്ഞപ്പം ജാനകിക്ക് സഹിച്ചില്ല. പെട്ടെന്ന് അബി അങ്ങോട്ടേക്ക് വന്നിട്ട് പറഞ്ഞു, തിരുമേനി അവളുടെ ഭർത്താവാ ഞാൻ, എൻ്റെ പേര് വെച്ച് അങ്ങോട്ട് കഴിപ്പിച്ചാൽ മതി, വേറൊന്നും തിരുമേനി നോക്കണ്ടെന്ന് പറയണേ. അവളോടൊപ്പം ഞാനുണ്ടെന്ന് പറയാണ്. പിന്നീട് ജാനകിയോട്, നീ എന്തിനാ പേടിക്കണേ? നിന്നോടൊപ്പം ഞാനില്ലേ, ഭർത്താവായിട്ട് ഞാനുള്ളപ്പോൾ നീ ഒരു കാര്യത്തിലും പേടിക്കണ്ടെന്ന് പറയാം. അത് കേട്ടതിന് ജാനകിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നീട് ജാനകിയോട് പറഞ്ഞു, ഇപ്പോഴത്തെ ഈ നിന്റെ വിഷമങ്ങളും വേദനകളും ഒക്കെ മാറും. ആരും അച്ഛനും അമ്മയില്ലാതെ ജനിക്കുന്നില്ല, നിനക്കും ഉണ്ടൊരു അച്ഛനും അമ്മയും ഉണ്ടെന്ന് പറയണം. ഇത് കേട്ടൻ ജാനകി ഞെട്ടി. എന്താ അബിയേട്ട പറഞ്ഞെന്ന് ചോദിക്കുക. അതെ, അധികം വൈകാതെ തന്നെ നീ ആ കാര്യങ്ങൾ അറിയും. നിന്റെ അച്ഛനും അമ്മ ആരാന്നുള്ള കാര്യമൊക്കെ. നീ ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ ജാനകിയോട് പറയാണ്. ജാനകി കേട്ടത് വിശ്വസിക്കാനാവാതെ ഒരു നിമിഷം തരിച്ചിരിക്കുകയാണ്. കാരണം ഇത്രയും കാലമായിട്ട് അങ്ങനെ ഒരു കേൾവി കേട്ടിട്ടില്ല. പക്ഷെ ആദ്യമായിട്ടാണ് ജാനകി ഇത് കേൾക്കുന്നത്. താനൊരു ഓർഫനാണ്, തനിക്ക് ആരുമില്ല. അച്ഛന് അബിയേട്ടന് വേണ്ടി ആലോചിച്ചപ്പോഴും തനിക്ക് ആരുമില്ല എന്നൊരു ചിന്തയായിരുന്നു ജാനകിയുടെ മനസ്സിൽ. പക്ഷെ തനിക്കൊരു അച്ഛനും അമ്മയും ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം ജാനകിക്കൊരു ഞെട്ടല്. അപ്പം ഇനി നമ്മൾ ഇനി കാണാൻ പോകുന്ന വിശേഷങ്ങൾ ജാനകിയുടെ അച്ഛനും അമ്മയും ആരാന്നായിരിക്കും മിക്കവാറും പറയാൻ പറ്റില്ല. സൂര്യനാടൻ എന്തോ ഒരു രഹസ്യം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഒരു പക്ഷെ തമ്പിയുടെ മോളാ ജാനകിന്ന് അതും പറയാൻ പറ്റില്ല. തമ്പിക്കിനി അഭിഹിതത്ത് വല്ലതും ഉണ്ടായതാണെന്ന് അതിനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ അടി കിട്ടാൻ പോകുന്ന അപർണയ്ക്കിട്ടും തമ്പിക്കിട്ടും ആയിരിക്കും ഇത്രയും കാലം ചെയ്ത ദ്രോഹങ്ങളൊക്കെ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു.